ആലുവയിൽ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ക്രൂരതയ്ക്ക് ഇന്നേക്ക് ഒരാണ്ട്. കുട്ടിയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും കുട്ടിയെ സംസ്കരിച്ച ശ്മശാനത്തിൽ പ്രാർത്ഥന നടത്തി. മകൾ മരിച്ചിട്ട് 1 വർഷം പിന്നിട്ടിട്ടും കുടുംബത്തിന് വീട് നൽകുമെന്ന ജനപ്രതിനിധികളുടെ വാഗ്ദാനം ഇനിയും നടപ്പായിട്ടില്ല. ആലുവയിൽ 5 വയസ്സുകാരിയായ ബാലിക കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 1 വർഷം തികഞ്ഞു. കൊല്ലപ്പെട്ട കുട്ടിയുടെ മാതാപിതാക്കൾ സഹോദരങ്ങളുമായി കുട്ടിയെ സംസ്കരിച്ച ശ്മശാനത്തിൽ പ്രാർത്ഥന നടത്തി. മകൾ കൊല്ലപ്പെട്ട് 1 വർഷം കഴിഞ്ഞിട്ടും വീട് വെച്ചു നൽകാമെന്ന സർക്കാർ വാഗ്ദാനം പാലിച്ചില്ലെന്ന് കുട്ടിയുടെ പിതാവ് പരാതിപ്പെട്ടു. गवर्नमेंट बोला है देने के लिए, लेकिन अभी तक घर नहीं मिल गया। उधर रेंट वाला भी बोल रहा है खाली करने के लिए। अभी मैं वहाँ से कैसे खाली करके जाऊँगा? अभी बच्चा लोग का पढ़ाई है, अभी सब चीज़ दूसरा जगह में जाऊँगा तो बच्चा लोग का पढ़ाई नष्ट होगा। ये सब चीज़ देखना चाहिए गवर्नमेंट को, जल्दी से जल्दी मेरा घर का व्यवस्था करना चाहिए। मैं कौन दे रहा करके बोला? ओ मेरे को गवर्नमेंट बोला देने के लिए। किसने बोला? ओ मंत्री ने बोला। मंत्री जी से मैं अलवा में मिला था, उन्होंने बोला कि मैं घर देगा। 3 മക്കളോടൊപ്പം വീട് വിട്ടിറങ്ങേണ്ട ആശങ്കയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ആലുവ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ഇനി മുതൽ ലൈറ്റ് റേറ്റിലും ലൈറ്റ് വെയ്റ്റിലും ഡെയിലി ട്രെൻഡായി അണിഞ്ഞൊരുങ്ങാൻ ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം.